നമസ്കാരം. ഞാൻ ഡോക്ടർ മുരളി മോഹൻ, സൈക്കോളജിസ്റ്റ്, സ്റ്റുഡൻസ് ആൻഡ് ഫാമിലി കൗൺസിലർ, മൈൻഡ് വിഷൻ കൗൺസിലിംഗ് സെന്റർ, കരുനാഗപ്പള്ളി, കൊല്ലം. മിക്ക രക്ഷകർത്താക്കളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് കുട്ടികളുടെ പഠനത്തിലുള്ള മടി, അലസത. പഠിക്കാൻ മാത്രമേ ഉള്ളൂ മടി. എത്ര നേരം വേണമെങ്കിലും ഗെയിം കളിക്കാനോ സോഷ്യൽ മീഡിയയിൽ സമയം ചിലവാക്കാനോ സിനിമ കാണാനോ ഒന്നും മടിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മടി ഉണ്ടാകുന്നത്? എങ്ങനെ നമുക്കിത് പരിഹരിക്കാം? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഇതിലൊന്നാമത്തേത്, കുട്ടികൾക്ക് ഏറ്റവും മടിയുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയ അഡിക്ഷൻ തന്നെയാണ്. കുട്ടി അമിതമായിട്ട് മൊബൈലിൽ ഗെയിം കളിക്കുക, അമിതമായിട്ട് വീഡിയോ കണ്ട് സമയം കളയുക, അങ്ങനെ ദിവസം ഒരു 5-6 മണിക്കൂറൊക്കെ ഇതിനകത്ത് ചിലവാക്കുമ്പോൾ അഡിക്ഷൻ ഉണ്ടാവും. അതായത് തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്ക് അതനുസരിച്ചുണ്ടാവുകയും വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യും, ടെംപ്റ്റേഷൻ ഉണ്ടാവും. അവർക്കതൊരു കംഫർട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും കംഫർട്ട് കിട്ടാത്ത, അത്രയും ഒരു പ്ലഷർ കിട്ടാത്ത, സന്തോഷം കിട്ടാത്ത പഠനം പോലുള്ള ആക്ടിവിറ്റി അവർക്ക് വെറുക്കും. പഠനം മാത്രമല്ല, വീട്ടിലെ ജോലി ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും അവർക്ക് അതിനെല്ലാം വെറുപ്പാവും. വീണ്ടും 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 സോഷ്യൽ മീഡിയയിൽ സമയം ചിലവാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റ് മാറ്റണം. വേറെ കളികൾ, ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ക്യാരംസ് കളിക്കുക, ചെസ്സ് കളിക്കുക. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അടുത്തുള്ള 2-3 കുട്ടികൾ ചെസ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് ചെസ്സ് കളിക്കാം, ക്യാരംസ് കളിക്കാം, ഷട്ടിൽ കളിക്കാം, അതുപോലെ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കാം. അങ്ങനെ കുറച്ച് സമയം മറ്റ് ആക്ടിവിറ്റിയിലേക്ക് സമയം മാറുക. അതുപോലെ തന്നെ പാട്ട്, ഡാൻസ്, അവരുടെ എന്തെങ്കിലും ഒരു കലാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ചിത്രം വരാം, അത് പഠിക്കാനായിട്ട് 1 മണിക്കൂർ ചിലവാക്കുക. അതുപോലെ വീട്ടിലെ ജോലികൾ ചെയ്യുക. അങ്ങനെ കുറേ സമയം മുതിർന്നവർ അവരോടൊപ്പം ഔട്ടിങ്ങിന് പോവുക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാനുള്ള സമയം കുറയും. ഇപ്പോൾ രാത്രി അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ കാണാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അഡിക്ഷൻ കുറയും, പഠിക്കാനുള്ള അതുപോലെ തന്നെ നമുക്ക് ഇതേ സോഷ്യൽ മീഡിയ തന്നെ അവർക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അവർക്ക് പുസ്തകം വായിക്കാനേ ഉള്ളൂ മടി. ഇപ്പോൾ യൂട്യൂബിനകത്ത് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കാൻ അവസരം ഉണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കാൻ അവർക്കൊരു മടിയില്ല. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കണം. അതുപോലെ മൊബൈലിനകത്ത് അവരുടെ ക്വസ്റ്റ്യൻ ആൻസർ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് കേൾക്കാം, ആവർത്തിച്ച് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പിലോട്ട് അവർക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ അവർക്ക് തന്നെ ടൈപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഇടയ്ക്ക് അത് നോക്കാം. ലാപ്ടോപ്പിൽ നോക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വഴി പഠനത്തിലുള്ള മടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. രണ്ടാമതായിട്ട് റീഡിങ് ഹാബിറ്റ് കൂട്ടണം. അപ്പോൾ റീഡിങ് ഹാബിറ്റ് കുറയുമ്പോൾ ബ്രെയിൻ്റെ ആക്ടിവേഷൻ കുറയും. അപ്പോൾ കഥാപുസ്തകങ്ങൾ വായിക്കുക, പത്രം വായിക്കുക, ഇതിലൂടെ നമുക്ക് തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കിനെ ആക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധ കിട്ടണമെങ്കിലും, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവർ സ്വപ്ന ലോകത്തേക്ക് പോകും. അധ്യാപകൻ പറയുന്ന ഒന്നും കേൾക്കത്തില്ല, കാരണം മൈൻഡ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള കോൺസെൻട്രേഷൻ കൂടണമെങ്കിൽ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കണം. ഇതിൽ ഏറ്റവും വേണ്ടത് വായനയാണ്. അപ്പോൾ ആദ്യം പാഠപുസ്തകങ്ങളോട് താല്പര്യമില്ലെങ്കിൽ കഥാപുസ്തകങ്ങൾ, ലൈബ്രറി നല്ല പുസ്തകം എടുക്കുക, അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്നത് വായിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് വരും. അതുപോലെ പത്രം എല്ലാ ദിവസവും അച്ഛനോടോ അമ്മയോടോ ഒപ്പം ഇരുന്നത് വായിച്ച് ഡിസ്കസ് ചെയ്യുന്നതും ബ്രെയിനിനകത്ത് ന്യൂറൽ നെറ്റ്വർക്ക് കൂടാനും അതുവഴി മടി മാറാനും ഇടയാവും. മൂന്നാമതെന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഈ പഠനത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികളുമായിട്ട്, മടിയുള്ള കുട്ടികളുമായിട്ട് ചങ്ങാത്തം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സംസാരം കേട്ടിട്ട് മടിയാവും. കാരണം പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള വാക്കുകൾ, പിയർ പ്രഷർ, അതായത് അതേ പ്രായത്തിലുള്ള സമപ്രായക്കാരായ കുട്ടികളുടെ സ്വഭാവം ഇവരിലേക്ക് പകരും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നല്ല പഠിക്കുന്ന കുട്ടികളുമായിട്ടൊരു കമ്പനി ഉണ്ടാക്കാനായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തുക. അവർക്ക് ഒരുമിച്ച് എപ്പോഴെങ്കിലും ഒരാളുടെ വീട്ടിൽ കൂടി പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിസ്കസ് ചെയ്യുകയും കമ്പൈനായിട്ട് അങ്ങോട്ടും പറഞ്ഞ് പഠിപ്പിക്കുകയും ഒരാൾ മറ്റേ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ തങ്ങളിൽ ക്ലോസ് ആകും. അപ്പോൾ പഠിക്കുന്ന കുട്ടികളുമായിട്ടുള്ള കമ്പൈൻ സ്റ്റഡിയിലൂടെ നമ്മുടെ കുട്ടികളെ മടി മാറ്റിയെടുക്കാൻ പറ്റും. നാലാമതായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ തലച്ചോറിനെ ആക്റ്റീവ് ആക്കാനും മടി മാറ്റാനും ഏറ്റവും നല്ലത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. എല്ലാ ദിവസവും കുറച്ച് നേരം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വാക്കിംഗ്, അച്ഛനോടോ അമ്മയോടോ ഒപ്പം 2-3 കിലോമീറ്റർ നടക്കുക, സൈക്ലിംഗ് ചെയ്യുക, വാക്കിംഗ്, സ്വിമ്മിങ്, റോളർ സ്കേറ്റിംഗ്, എന്ത് ഫിസിക്കലായി ഷട്ടിൽ കളിക്കുക. ഇതിലൂടെ കുട്ടിയുടെ തലച്ചോറ് ആക്റ്റീവ് ആവും. വീട്ടിലുള്ള ജോലികൾ, വണ്ടി കഴുകുക, വീട് വൃത്തിയാക്കുക, ഇതിലൊക്കെ അച്ഛനോടോ അമ്മയോടോ ഒപ്പം ഏർപ്പെടുക, ചെറിയ കൃഷി ജോലികൾ, അതുവഴി കുട്ടികളുടെ ബ്രെയിൻ ആക്റ്റീവ് ആക്കാനും അവർക്ക് പഠനത്തിലുള്ള മടി മാറുകയും ചെയ്യും. അഞ്ചാമതായിട്ട് ഉറക്കമാണ്. അപ്പോൾ തെറ്റായ ഉറക്ക രീതി ഫോളോ ചെയ്യുക. ഒരു ഡിസിപ്ലിൻ ഇല്ല. അവർ ചിലപ്പോൾ രാത്രി അച്ഛനും അമ്മയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മൊബൈലുമായിട്ടൊക്കെ രാത്രി 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് അപ്പോൾ രാവിലെ ഉറക്കം നിൽക്കും. രാവിലെ ഒരു 8 മണി, 9 മണിയാവും. ഇനി അവധി ദിവസമാണെങ്കിൽ ഒരു 11 മണി വരെ കിടന്നുറങ്ങും. അപ്പോൾ ഇതോടുകൂടി ഇങ്ങനെ ഈ ഉറക്കം മാറി 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 കൃത്യതയില്ലാതെ ഉറങ്ങുന്നതിൻ്റെ ഫലമായിട്ടും ഉണരുന്നതിൻ്റെ ഫലമായിട്ടും തലച്ചോറിൻ്റെ ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എല്ലാം താറുമാറാവും. അതായത് ചിന്തിക്കാനുള്ള കഴിവ്, ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം കുറയും. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒട്ടും ഫോക്കസ് കിട്ടത്തില്ല, എപ്പോഴും ഉറക്കത്തിൻ്റെ ഇതിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് മെമ്മറി വർക്ക് ചെയ്യണമെങ്കിലും, അവൻ ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യണമെങ്കിലും ചിന്തിക്കണമെങ്കിലും എല്ലാം അവൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് മാക്സിമം ആകണമെങ്കിൽ കൃത്യമായ ഉറക്കം അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടി എന്നും ഏറ്റവും നല്ലത്
റിസർച്ച് കാണിക്കുന്ന ഒരു കൃത്യസമയത്ത് ഉറങ്ങുക, ഒരു കൃത്യസമയത്ത് എണീക്കുക. ഒരു 10-10:30 ഉറങ്ങുക, രാവിലെ 5:30, 6 മണിക്ക് മുമ്പായിട്ട് ഉണരുക. കഴിവതും 6 മണിക്ക് മുമ്പ് ഉണരുന്നതാണ് നല്ലത്. രാവിലെ ഒരുപാട് സമയം മടിയെടുത്ത് ഉറങ്ങുന്ന കുട്ടികൾക്ക് മടിയുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു ഉറക്ക ശീലം ഡെവലപ്പ് ചെയ്യുകയും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് തനിയെ നമ്മൾ ഉറങ്ങും, തനിയെ നമുക്ക് എഴുന്നേൽക്കാനും പറ്റും. അലാറത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മെമ്മറിയും കൂടും, അതുപോലെ തന്നെ മടി മാറുകയും ചെയ്യും. അടുത്ത 6ാമത്തെ കാര്യം ലക്ഷ്യബോധമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ലക്ഷ്യബോധമുള്ള കുട്ടികളാണ് സെൽഫ് മോട്ടിവേറ്റഡ്. അവരോട് ആരും പറയേണ്ട ആവശ്യമില്ല പഠിക്കാൻ. അവർ തനിയെ പഠിക്കും. കാരണം എനിക്ക് ഡോക്ടറാകണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ എനിക്ക് മിലിറ്ററി പോകണം, നേഴ്സാവണം, പൈലറ്റ് ആവണം. ഇത്തരം ആഗ്രഹങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് തീർച്ചയായിട്ടും ആകാൻ കഴിയും. അല്ല നെഗറ്റീവായിട്ട് ഇപ്പോൾ ഒരാൾ പൈലറ്റ് ആവണമെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാനേ പാടില്ല. നമ്മൾ ആ വിളക്കടച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിനക്ക് തീർച്ചയായിട്ടും പറ്റും, മോൻ പഠിക്കുക അല്ലെങ്കിൽ മോള് പഠിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് ആകാൻ കഴിയുന്ന ലക്ഷ്യബോധം അവരുടെ മനസ്സിൽ ഡ്രീമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർ മോട്ടിവേറ്റ് ആവും. ആരും പറയാതെ തന്നെ അവർ പഠിക്കും. അപ്പോൾ നമ്മളൊരു ലക്ഷ്യബോധം ഉണ്ടാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. അടുത്തത് അവരുടെ ആ സെൽഫ് ഇമേജ് കൂട്ടുക, അവരുടെ എനർജി കൂട്ടുക, അതിനായിട്ട് സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളോടുള്ള ആ ഒരു അകൽച്ച ഒഴിവാക്കി എപ്പോഴും കുറ്റം പറയുക, എപ്പോഴും പഠിക്കുമെന്ന് പറയുക. അപ്പോൾ അച്ഛനമ്മമാർ അങ്ങനെ പറയുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടിയുടെ ഇമേജ് കുറയും. ഞാനൊരു മോശം കുട്ടിയാണെന്നൊരു തോന്നൽ വരും. അപ്പം നല്ല സ്നേഹം കൊടുക്കുന്നു, റെസ്പെക്റ്റ് കൊടുക്കുന്നു, പഠിക്കുന്ന കുട്ടിയാണെന്ന് എല്ലാവരോടും പറയുന്നു, ചെറിയ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, വഴക്ക് പറയുന്നില്ല, അടിക്കുന്നില്ല, അവനോട് ദേഷ്യപ്പെടുന്നില്ല. അവനെ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് സ്നേഹം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് എനർജി ലെവൽ കൂടുന്നു, അമ്മയും അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകുന്നു. അവൻ തന്നെ പഠിക്കുമ്പോൾ അവന് ഗിഫ്റ്റ് കൊടുക്കുന്നു. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാകുമ്പോൾ ചെറിയ അപ്രീസിയേഷൻസിനോടൊപ്പം ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോഴേ കുട്ടിയുടെ സെൽഫ് ഇമേജ് കൂടുകയും അവൻ്റെ ഹാപ്പിനെസ് കൂടുകയും എനർജി ലെവൽ കൂടുകയും അവൻ്റെ മടി മാറി അവൻ എല്ലാ കാര്യത്തിനും അച്ഛനോടൊപ്പം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള കമൻസൊക്കെ ഇടാം. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.